ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ എ ഡ്രാമ ലവ്. മാത്രമല്ല എത്ര കഴിവോ എനിക്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. സോ അതിൽ എനിക്ക് നല്ല പ്രോഗ്രസ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ബ്രഷ് എനിക്ക് തന്നെ വേറെ ആർക്കും കൊടുക്കരുത് എന്നറിയും അവനോട്. അപ്പോൾ അവൻ തല വിളിക്കിട്ട് ഓക്കെ എന്ന് പറയും. അപ്പോൾ ഒന്ന് ചിരിച്ചാണ്ട് അവളവിടെ നിന്ന് പോകാൻ നിൽക്കും. ആ നേരത്ത് അവൻ ചോദിക്കും എങ്ങോട്ടാണ് പോണേ. അപ്പോൾ ഉള്ളറിയും ഞാൻ വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ ലേറ്റ് ആവും എന്ന് പറയും. എന്നിട്ട് ഓള് ബൈ പറഞ്ഞ് പോവും. അങ്ങനെ ഓള് പോയി കഴിഞ്ഞതിന് ശേഷം അവൻ എന്ത് ചെയ്യും, തലേന്ന് ഓളെ വരച്ചിന് ആ ചിത്രം അങ്ങനെ തുണി കൊണ്ട് മറച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അതിമേലിങ്ങനെ നോക്കി നിൽക്കും കുറച്ച് നേരം. ദെൻ നെക്സ്റ്റ് മോർണിംഗ് ആയി അവൻ എന്ത് ചെയ്യും, അവൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ വരച്ച പെയിൻറ്റിങ് കൊണ്ട് അങ്ങനെ ചെല്ലും. ആ നേരത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു വേറെ സ്റ്റുഡൻ്റ് ഉണ്ട്. എന്നിട്ട് അറിയും ടൈം കഴിയാനായി, ഇപ്പോഴാണോ പിന്നെ ഇത് കൊണ്ടുകൊടുക്കാൻ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇവന് ഭയങ്കര എൻമീൻസ് ആണല്ലോ. അപ്പോൾ അവന് കാണുമ്പോൾ എന്ത് ചെയ്യും, മൈൻഡ് ചെയ്യാതെ പോകും. എന്നിട്ട് അവൻ്റെ ആ പെയിൻറ്റിങ് പ്രൊഫസറിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ പ്രൊഫസർ ഇങ്ങനെ കുറച്ച് നേരം അതിനെ നോക്കി നിൽക്കും. എന്നിട്ട് അവൻ പറയും ഇത് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആയില്ല. അപ്പോൾ പ്രൊഫസർ അറിയും ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഈ എൻ്റെ ഹൃദയം കണ്ടെത്തി തുടങ്ങിയില്ലേ എന്ന് പറയും. അപ്പോൾ ഒന്നും മിണ്ടൂല. എന്നിട്ട് ചോദിക്കും അല്ല അതെനിക്ക് ഇഷ്ടമാണോ. പക്ഷേ അവൻ എന്ത് ചെയ്യും, ഒന്നും കേൾക്കാത്ത പോലെ നിൽക്കും. അപ്പം പ്രൊഫസർ ചോദിക്കും എനിക്കെന്താ എപ്പോഴും ഒരു ടെൻഷൻ. അപ്പോൾ അവൻ പറയും ഈ ചിത്രത്തിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പം പ്രൊഫസർ അറിയും എനിക്ക് തോന്നുകയാണ് ഈ വെറുതെ ഓവർ തിങ്ക് ചെയ്യേണ്ട, ഇതിൻ്റെ ആൻസർ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും എന്ന് പറയും. ദെൻ മത്സരത്തിൻ്റെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ച ചെയ്തിട്ട് ലാസ്റ്റ് 3 പെയിൻറ്റിങ്സ് ആയിരിക്കും ബാക്കി ഉണ്ടാവുക. ഓരോന്നിനും ഓരോ പേരുണ്ടാവും. ദ ചൈൽഡ്ഹുഡ്, ദ ലോൺലി ടൈം, ദെൻ യൂഫിൻ്റെ ചിത്രത്തിൻ്റെ പേര് ദ മൊമെൻ്റ് എന്ന്. അങ്ങനെ ജഡ്ജസിനോട് അറിയും നിങ്ങൾക്ക് ഏത് പെയിൻറ്റിംഗ് ആണ് ഇത് 3നും ഇഷ്ടമെങ്കിൽ നിങ്ങൾ കയ്യിലുള്ള റെഡ് ഡോട്ട്സ് കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും, റെഡ് കളർ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രത്തിന്മേൽ വെക്കാൻ പറയും. എന്നിട്ട് 3 സെലക്ട് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ജഡ്ജ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, ഒരു ചിത്രം സെലക്ട് ചെയ്യും. എന്നിട്ട് ആ ചിത്രത്തിനെ കുറിച്ച് പറയും എനിക്ക് തോന്നുന്നു ഈ ചിത്രം വെൽ കൺസ്ട്രക്റ്റഡ് ആണ്, നല്ല രീതിയിൽ ചെയ്തതാണ്, പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രതിനിധി ചെയ്യുന്നുണ്ട്, പിന്നെ മാത്രമല്ല ഇവർ പറഞ്ഞ ആ രീതിക്കാണ് ചെയ്തത്, നമ്മൾ കോർപ്പറേറ്റ് ഇമേജിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്, ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റി ഇങ്ങനെ ബുക്കടിക്കും. അങ്ങനെ അടുത്ത ആൾ എന്ത് ചെയ്യും, അടുത്ത് ജഡ്ജ് ചെയ്യുന്ന ആൾ യൂഫിൻ്റെ ചിത്രത്തിന് പോയിൻ്റ് കൊടുക്കും. എന്നിട്ടറിയും ഒരു കോർപ്പറേറ്റ് എന്ന നിലക്കാണ് നിങ്ങൾക്ക് അതിനോട് ഇത് തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലക്ക് നോക്കുമ്പോൾ ഈ ചിത്രത്തിനാണ് ഒന്നുകൂടി പ്രാധാന്യമുള്ളത്. മാത്രമല്ല ഒരാളെ ഇതാക്കിയിട്ട് പോർട്രേ ചെയ്ത് വരച്ച ചിത്രം കൂടിയാണ്. അപ്പോൾ ഇതിന് നല്ല സ്ട്രോങ് ഫീലിങ്സും കാര്യങ്ങളും ഉണ്ട്. ബ്രഷ് വർക്കിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ടൊരു ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ചിന്താഗതി അതിൻ്റെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി വർക്കാണ്, ഒരു ഫസ്റ്റ് ക്ലാസ് വർക്ക് തന്നെയാണ് പറയും. അപ്പോൾ യൂഫിൻ്റെ പ്രൊഫസർ പറയും എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്, ഒരു സെൽഫ് ഒബ്സസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണെന്ന് പറയാം. ആൻഡ് നല്ല ഒരു ടൈപ്പ് ഓഫ് എനർജി കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, അമേസിങ് ചിത്രമാണെന്ന് പറയും. ഒരു പ്രൊഫസറിൻ്റെ പോയിൻറ്റും യൂഫിൻ്റെയും കൊടുക്കും. പ്രൊഫസർ അങ്ങനോട് ചോദിക്കും എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയും. അപ്പം മൂപ്പർ പറയും രണ്ടും നല്ലത് തന്നെയാണെന്ന് പറയും. പിന്നെ പറയും രണ്ടും മോശം തന്നെയാണെന്ന് പറയും. അതിൽ ബാക്കിയെല്ലാവരും ചോദിക്കും അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. നേരത്ത് പ്രൊഫസർ പറയും ലോൺലി ടൈം എന്ന് പറഞ്ഞാൽ അത് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ക്രിയേഷനും പെയിൻറ്റിങ് സ്കില്ലും നല്ലതായിട്ടുണ്ട്. ബട്ട് ദ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ജസ്റ്റ് ഒരാൾ, അതായത് ഈ വരച്ച ഒരാൾ ഒരു പ്രണയത്തിൽ ഏർപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളാണ്, അല്ലാതെ അതിൽ പ്രത്യേകിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് കണ്ടാൽ അറിയാം അവൻ എന്താണ് പ്രണയം എന്നും കൂടി ശരിക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് പറയും. എന്നിട്ട് ദ ലോൺലി ടൈം എന്നുള്ളതിന് അവൻ്റെ പോയിൻ്റ് കൊടുക്കും. എന്നിട്ട് പിന്നെ 2 ചിത്രത്തിന് കമ്പയർ ചെയ്തിട്ട് മാസ്റ്റർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അങ്ങനെ ലാസ്റ്റ് പ്രൊഫസർ ചെൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരിക്കും. അയാൾ പറയും നിങ്ങളെ ഡിസിഷൻ ആയിരിക്കും ഇനി റിസൾട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാറ്. പക്ഷേ അവിടെ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളുള്ളത് അവർക്കൊക്കെ മനസ്സിലാവും. അങ്ങനെ അയാളെ പോയിൻ്റ് ചെയ്യും.